നമസ്കാരം. ഗീതാസ് ഭക്തിഗീതത്തിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും തറവാടാണ്. കമ്മീശ മഠം അല്ലെങ്കിൽ കിഴക്കേക്കരമൽ പടിഞ്ഞാറേ മഠം എന്നറിയപ്പെടുന്ന 4 താവഴികളുള്ള ഒരു വലിയ തറവാടാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഗുരുക്കന്മാർ തെയ്യത്തെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. സാധാരണയായിട്ട് ആൾതാമസമില്ല. എന്നാൽ രാവിലെയും വൈകുന്നേരവും ഇവിടെ അടുത്തുള്ള പുഷ്പൻ, സുഗു, സിന്ധു എന്നിവർ വന്ന് ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച്, കാരണവന്മാരുടെ മുറി എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു അകം പുറത്തുണ്ട്, അവിടെയും പൂജാമുറിയിലും വിളക്ക് എത്തി എല്ലാ ദിവസവും വഴിപെടുന്നുണ്ട്. ഒരു ട്രസ്റ്റ് മാതിരി ഏതൊരു വിശേഷത്തിന് എല്ലാവരും ഒത്തുചേരുകയും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് വളരെ ഭംഗിയോടെ നടത്തുകയും ചെയ്യുകയാണ് പതിവ്. മുഖ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിനും എല്ലാവരും ഇവിടെ ഒത്തുചേരും. പഴയകാലത്തെ അതേ ചാണം തേച്ച നിലം, മുറ്റം, ചെത്തിത്തേക്കാത്ത ചുവരുകൾ, ഓടുമേഞ്ഞ വീട്. ഇത് പൂജാമുറിയാണ്. പുറത്തുള്ള കാരണവന്മാരുടെ മുറിയാണ്. ഇവിടെ ആണുങ്ങൾക്ക് മാത്രമാണ് ഉള്ളിൽ പ്രവേശനം. എല്ലാ വാവിനും സംക്രമത്തിനും ഇവിടെ പൂജ നടത്താറുണ്ട്. ഇതാ ഭഗവാൻ ഇറങ്ങി വരികയാണ്. ഗുരുക്കന്മാർ വഴികളൊക്കെ വളരെ മുള്ളും കാടും നിറഞ്ഞതാണ്. അത് ഈ സമയത്തിനായിട്ട് തെറ്റി വൃത്തിയാക്കി ലൈറ്റ് വെക്കും. അതിലേക്കൂടിയാണ് ഗുരുക്കന്മാർ പണ്ട് ഏത് വഴിയിലേക്കൂടിയാണോ വന്നിരുന്നത് അതേ വഴിയിലേക്കൂടിയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ നടന്ന് ഗുരുക്കന്മാരുടെ കാവിൽ നിന്നും വളരെ ചുറ്റി തിരിഞ്ഞ് 6 മണിക്ക് പുറപ്പെട്ട ഭഗവാൻ ഇപ്പോൾ ഇവിടെ എത്തുന്നത് പുലർച്ചെ 4-4:30 ഓരോ വീട്ടിലും ഇരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് പോകുന്നതാണ് ഗുരുക്കന്മാർ തെയ്യത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ഇറങ്ങി വരുന്ന വെറും ചെരുപ്പൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള കാട്ടുവഴികളിലൂടെ അദ്ദേഹം ആ ഭഗവാൻ എഴുന്നള്ളുന്നത് എന്താ നമുക്ക് കാണാവുന്നതാണ്. 2 പേർ കൈപിടിച്ച് അത്ര ശരിയില്ലാത്ത വഴിയിലൂടെ ഇറങ്ങി ഓടുകളൊക്കെ മണങ്ങി അദ്ദേഹം നമ്മുടെ തറവാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ച അദ്ദേഹം ആദ്യം ഗുരുക്കന്മാരുടെ മുറിയുടെ മുന്നിൽ വണങ്ങിയിട്ട് നേരെ പടിഞ്ഞീറ്റിയുടെ മുന്നിൽ പോയി അവിടെയും അദ്ദേഹം നമ്മുടെ സ്വീകരണം അരിയെറിഞ്ഞ് ഏറ്റുവാങ്ങി കുറച്ചു നേരം അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് വീക്ഷിക്കാം. എല്ലാ വർഷവും കുംഭമാസത്തിലെ 15-ാം തീയതി അദ്ദേഹം ഓരോ വീടുകളിലും കയറി ഈ ഭഗവാൻ ജനങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാവർക്കും വരാൻ പറ്റുകയില്ല വിശേഷങ്ങൾക്ക്. അതുകൊണ്ട് വരാൻ പറ്റാത്തവർക്ക് കണ്ട് ആസ്വദിക്കുവാൻ മാത്രമായിട്ട് എടുത്തിടുന്ന വീഡിയോയാണിത്. അല്ലാതെ പ്രചാരത്തിന് വേണ്ടിയോ മറ്റൊരു ആവശ്യത്തിനും വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ആ ഭഗവാനെ കാണുവാനായിട്ടുള്ള ഒരു ചെറിയ ഉദ്യമം അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.
തെളിഞ്ഞ ഏറ്റവും ഈ ഇന്നത്തെ ആദ്യം പട്ടോളിയും പദവിയും ഞാൻ എൻ്റെ അച്ഛന്മാരും ഇന്ന് മുത്തോലെ പിതാക്കൾക്കാണ് നിർത്താക്കി വെച്ചല്ലോ. ഇനി അത് നടന്ന് കാലഘട്ടത്തിൽ മറ്റേ ആസനം ഉണ്ടായിരുന്നു ഏൽപ്പിക്കേ ഈ പ്രഥമത്തിലവരെ ഈ കുമ്പഴമാരും മട്ടത്തേർത്ത് ആറും തൊണ്ണൂറ് മാണിയും പൂമാണിയും മരക്കലപ്പനും മരക്കൽ ശാസ്താവും നാമം കുഴിയതേവരും കേരളന്മാരുടെ ആത്മാനുവാദം ഉണ്ടായിക്കൊണ്ട് കുമ്പഴയെ ചിത്രപ്പെടുത്തു തോന്നിപ്പോകുന്ന പ്രകാരം ഈ മനുഷ്യൽപ്പമായിരിക്കുന്ന ആ വീടമുള്ള ചിത്രപ്പെടുത്തു കരുതി ചിത്രപ്പെടുത്ത സ്ഥിതി ചലത്തിനെ വിശേഷിച്ചവരട്ടോ ഞാനും അച്ഛന്മാരും അതോ തുടരുമാരെ അതുപോലെ തുടരുമാരെ വർഷത്തോട് വർഷം തികഞ്ഞു മാസത്തോട് മാസം തികഞ്ഞു അല്ലേ. ഈ ഞാനും എൻ്റെ അച്ഛന്മാരും എൻ്റെ മതഭംഗത്തുടരുടെ അരിയിൽ സ്ഥാനം പാട്ട് കേട്ടിട്ടല്ലോ. തിരുനാൾപ്പെടുത്തും വേണം അല്പമാണ് നാഴിക എത്തിപ്പോയി അനുമതിയായിപ്പോയി നിയമത്തിന് മാറ്റം എൻ്റെ അനുമതി വിശേഷം കഴിഞ്ഞാലേ അല്ലേ മധ്യനായി പോകുന്നുണ്ട് ഉണ്ടാവും വിഷമുണ്ടാ ബോധ്യമുണ്ടല്ലേ തുടരുമാർക്ക് അതിനെ പറ്റി ബോധ്യമുണ്ടല്ലോ അല്ലേ. എല്ലാ വർഷവും ഇങ്ങനെ ആയി പോകുന്നുണ്ടാ അങ്ങനെയുണ്ടാ എളുപ്പമാവാം ആടിയോ അല്ലെ ഇളവും മറന്നില്ല അടിയോടി ആറ്റിലോടി ആരംഭത്തോടെ മുടിവി വിടുന്നു സമയത്തിങ്കൽ അന്ന് അപ്പോഴും അറിഞ്ഞുവല്ലോ എൻ്റെ വാണവൃക്ഷത്തോട്ടേക രാജ്യം വാഴും നേരം വരാൻ ആ അതോമാരെ മുന്നിൽ വായിച്ചല്ല പിന്നെ പുതിയ നിദ്രയാവട്ടെ. ആ അപ്പോഴും അറിഞ്ഞുവല്ലോ എൻ്റെ വാണവൃക്ഷത്തോട്ടേക രാജ്യം വാഴുന്ന വരാൻ കിടപ്പുന്നുണ്ടോ നിങ്ങളുടെ അണുക്കന്മാരെ രണ്ടിറക്കത്തോടുന്നോട് സ്ത്രീയാൻ പറ്റുമായി വളർത്തിട്ട് അക്ഷരവിദ്യയും ആയുധവിദ്യയും വിഷവിദ്യയും വിഷക്കെടുത്തും തൊപ്പൻ പഠിച്ചൊരു ഒരു അകത്തടിയാനോ ഒരു വെണ്ണം പാങ്ങുണ്ടെങ്കിലോ അവനെയും കൂടെ മണവട്ടത്തോട്ടോളം വഴി കൊണ്ടുവന്നാൽ അവൻ്റെ ഒരു ബലവും വീര്യവും കാണാൻ നിങ്ങളുടെ എളുക്കന്മാരെ എടുക്കുന്നുണ്ടാൻ പാദമുഖത്തിലൊരുമാരെ ആവചനം കേട്ടത് ഒരു 20 കൊടുക്കുന്നവരാവുന്ന വാളവട്ടത്തോട്ടേയും കിഞ്ഞോ കരിങ്കൽ പിടിവാതിലും കിഞ്ഞോ എങ്കും 3 വെല്ലുവിനെ തള്ളിക്കൊണ്ടിരിക്കുന്നു ഒരു നേരമാണോ ആ വെല്ലുവിനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു 20 മണിക്കന്മാരെല്ലാമെന്ന് ഈ ചുവപ്പാലവും 3-ാം പാലവും കിടന്ന് മണിക്കുന്തറ പാട്ടും താഴെയുള്ള ഒരു പിടിവാതിക്കളിയിൽ നിന്നിട്ട് കൂടം തേരാ എന്ന് 3 പേർ ചൊല്ലി വിളിക്കുന്ന സമയമാണോ. അന്ന് 2 വിളിച്ച് 3-ാമതാകുന്ന ഒരു സമയത്ത് ഞാൻ എന്നൊരിയാടുകയും ചെയ്ത് അപ്പോഴും പറയുന്നല്ലോ ഞാൻ നിങ്ങളിന്ന് വന്ന കാര്യവും ഞാൻ അറിയിക്കുന്ന ണുക്കന്മാരെ നിങ്ങളിന്ന് പടികേറി പടിക്കെട്ടിൽ തളയിൽ കൊണ്ടിരിക്കും എന്ന വസ്തു വിശേഷിക്കുന്ന പദവികളെ ആവേദനം കേട്ടത് ഒരു 20 മണിക്കന്മാരെല്ലാമെന്ന് പടികേറി പടിക്കെട്ടി തളയിക്കുകയും ചെയ്ത് അന്ന് ഞാൻ കിഴക്കനെയും മസാലനെയും പൂവെന്ന് ഇട്ട് കൊടുക്കുന്ന തലയിൽ വെറ്റടക്ക് കൊണ്ട് കൊടുക്കുന്ന വെറ്റടക്ക് നിന്നിട്ടൊരു ദിനം വാഗസുഖം പറയുന്ന ഒരു സമയമാണോ. അപ്പോൾ ഒരവസ്ഥ വിശേഷിക്കുന്ന ഞാൻ കിടപ്പുന്നുണ്ടോ നിങ്ങളുടെ ണുക്കന്മാരെ നിങ്ങളിന്ന് ആലേരി കമ്പിഴ പെട്ടത്തെ പോയി ചെന്നിട്ട് കഞ്ഞിയും കഴിഞ്ഞ് കടുക വരാറാവട്ടെ എന്ന അവസ്ഥ വിശേഷിക്കുന്ന അതും കത്തിലൊരുമാരെ ആവചനം കിട്ടുന്നവര് 20 അണുക്കന്മാരെല്ലാവുന്ന മണിക്കുന്തറവാട്ടിൽ കഴിഞ്ഞ് ആലേരി ചാലിയെ പോയി ചെന്നിട്ട് ആലേരി വീട്ടത്തെ പോയി ചെന്നിട്ട് കഞ്ഞിയും കഴിഞ്ഞ് കടുകരവ ഇങ്ങുമ്പോൾ മണിക്കുന്തറവാട്ടിൽ പോയി വരുന്നവര് നേരമാണോ. അപ്പോൾ ഒരവസ്ഥ വിശേഷിക്കുന്ന അല്ലേ. അപ്പോൾ അറിഞ്ഞുവല്ലോ എൻ്റെ കളിയാർത്ത പാട്ടിലോട് അച്ഛന്മാര് കിടപ്പതും അപ്പോഴും പറയുന്നില്ല 20 അച്ഛന്മാര് നമ്മുടെ ഒരു നേർമരുമകനുണ്ടല്ലോ താനേ തനിയെ വാളവട്ടത്തോട്ടോളം വഴി പോകുന്നു ഒരു വണ്ണം പാങ്ങുണ്ടെങ്കിലോ നമുക്കും അവൻ്റെ കൂടെ വാളവട്ടത്തോട്ടോളം വഴി പോകുന്ന ചൊല്ലിക്കൊണ്ട് ഈ കളിയാർ തറവാട്ടിൽ നീങ്ങുമ്പോൾ മണിക്കുന്തറവാട്ടിൽ പോയി വരുന്ന ഒരു സമയമാണോ. അപ്പോഴും അറിഞ്ഞുവല്ലോ എൻ്റെ ആലയിലേക്കുമ്പോൾ ചങ്ങാതി
എൻ്റെ ഇത് നേരങ്ങാതി ഉണ്ടല്ലോ താനേ തനിയെ വളമൊട്ടണത്ത് ഓട്ടോളം വഴി പോകുന്നു ഒരു വെണ്ണം പാങ്ങുണ്ടെങ്കിലോ എനിക്കും കൂടാ വളമൊട്ടണത്ത് ഓട്ടോളം വഴി പോകണമെന്ന് വിളിക്കണ്ട് ആലേരിച്ചാലിനെ കഴിഞ്ഞിട്ട് ഇങ്ങും മണിക്കൻ നിറവാട്ടിലെ എന്ന് പോന്ന് വരുന്നു അതവങ്ങളത്തിൽ ഒരു മാരേ അന്ന് എൻ്റെ മണിക്കുന്ത്രവാട്ട് ചക്കിയെന്നൂർ തമ്മിലൊരു മേലാവുന്ന് മണിക്കുന്ത്രവാട്ട് താഴെയുള്ളവര് കുളമ്പിലിക്കിഞ്ഞു കുളിയും കുറിയിന്റെ വാരം കഴിക്കുകയും ചെയ്ത് ഭൂപോലത്തെ ചോറും പുനർപോലത്തെ അഞ്ചുകറിയും വെച്ച് വശമാകുന്നു അതവങ്ങളത്തിലവര് അന്ന് ഞാനും മണിക്കുന്ത്രവാട്ടും താഴെയുള്ളവര് കുളമ്പിലിക്കിഞ്ഞു കുളിയും കുറിയിന്റെ വാരം കഴിക്കുകയും ചെയ്ത് പടിഞ്ഞാറ്റകം മന്ത്രശാല ഊർന്ന് ആ മണ്ടലയിട്ട് നീർതളിച്ച് ചോറുണ്ണായിരിക്കുന്ന ഒരു സമയമാണോ അന്നെ മണിക്കുന്ത്രവാട്ട് ചക്കിന്നൂർമെല്ലാമെന്ന് എനിക്ക് പൂപോലത്തെ ചോറും പുനർപോലത്തെ അഞ്ചുകറിയും വിളമ്പി വശമാകുന്നു ആ പദവും നിർത്തിമാരെ അന്ന് ഞാൻ വേണ്ടുന്ന ചോറെല്ലാം വാരി ഉണ്ണുകയും ചെയ്ത് വേണ്ടാത്തതിന് കയ്യും മാടി കൊട്ടത്തലപ്പുക്ക് വായും കൈയും സുഖം വരുത്തുകയും ചെയ്ത് ഇങ്ങമ്പോന്ന് അയ്മറത്തമ്മിലെ ചെന്നിരിക്കുന്ന ഒരു സമയമാണോ വെറ്റത്തലകയിൽ വെറ്റിട കൊണ്ടുവെക്കുന്ന വെറ്റിടത്തിന് വാക്കസുഖം പറയുന്ന എപ്പോഴും പറയുന്നല്ലോ ഞാൻ പോകാ പുറപ്പെടാ അണുക്കന്മാരെ വിശേഷിക്കുന്നു വയനാട്ട് കർത്താവേ മധുരമാരെ നിദ്ര വരുന്നുണ്ടാകും നാമന്മാരിപ്പ അല്ലേ നിദ്ര വരുന്നുണ്ടാകും അല്ലേ അപ്പൊ ഒരവസ്ഥ വിശേഷിക്കുന്നതിന്റെ ഈ മണിക്കുന്ത്രവാട്ട് തെക്കുന്നു തമ്മിൽ ഇത്രയെല്ലാം നേർന്ന് പാടിയിട്ടുണ്ടായ പൊന്മകനാ കൊത്താനോ കൊലപ്പെടുത്താനോ കൊല്ലിപ്പാനോ എന്ന് ചൊല്ലുപോ എന്ന് കൊണ്ടുപോകുന്നു ചൊല്ലിക്കൊണ്ട് നെഞ്ചത്തടയ്ക്കുകയും അലമുറ കൊള്ളുകയും ചെയ്യുന്നുണ്ട് മണിക്കുന്ത്രവാട്ട് ചക്കെന്നൂർ തമരയുമ്മ അതും കേട്ടൊരുമാരേ അപ്പോൾ വിശേഷിക്കുന്നത് ഞാൻ കിടപ്പുന്നുണ്ടോ എന്നുള്ള തമരയുമ്മേ നിങ്ങളെന്ന് യേശുകയും പുറവിളി കൂട്ടുകയും ചെയ്യും തമരയുമ്മേ എൻ്റെ മാവിലായ ദൈവത്താന് ശരണ പോലും കൊണ്ട് നേരത്തമ്പുരാൻ കാലഘട്ടം കഴിച്ചത് എങ്ങും പോന്ന് മണിക്കുന്ത്രവാട്ടിലാവട്ടെ എന്ന് വിശേഷിക്കുന്നു പദവികളത്തിലൊരുമാരേ അന്ന് ഞാൻ തെക്ക് തിരിഞ്ഞ് ദൈവത്തെ എഴുത് തെക്ക് തിരിഞ്ഞ് മാവിലായ ദൈവത്താൻ ഈശ്വരനെ എഴുത് കിഴക്ക് തിരിഞ്ഞ് പെരുമാൾ ഈശ്വരനെ എഴുത് കിഴക്ക് തിരിഞ്ഞ് ഞാൻ കേരളശ്ശേരി അപ്പ ഞാൻ കൈതൊഴുത് പടിഞ്ഞാറ് തിരിഞ്ഞ് മഹാരാജൻ മന്ത്രിക്കോവിലപ്പനൊക്കെ എഴുത് പടിഞ്ഞാറ് തിരിഞ്ഞ് മൈലപ്പുറ ദൈവത്താൻ ഈശ്വര കൈതൊഴുത് അത് ഞാനും എൻ്റെ അച്ഛന്മാരും അനേകം കൂടെ മണിക്കുന്ത്രവാട്ടിൽ നീങ്ങും പോലെ മൂന്നാം പാലം പണയെക്കുറിച്ചുള്ളതോ ഒരു സമയമാണോ അപ്പോഴും പറയുന്നല്ലോ എൻ്റെ വാളോട്ടണത്ത് കോട്ടയിൽ ആദ്യം വാഴും നേരം വരാനോ കിടപ്പതുണ്ടോ നിങ്ങൾ നടുക്കന്മാരെ കൂടം നേരണത്തിന്മാരും അനേകം ആരെയും കൂടി ഉണ്ടല്ലോ മൂന്നാം പാലം പണയെക്കുറിച്ച് ചെന്നിട്ട് ഒരു വെണ്ണം പാമ്പുണ്ടെങ്കിലോ ചുവപ്പാലും മൂന്നാം പാലവും വലിച്ചുകളിയും നിങ്ങൾ നോക്കന്മാരെ എന്ന് വിശേഷിക്കുന്നു അതും കത്തുമാരെ അവതരം കേട്ടത് ഒരു 20ഓളം തിന്നറാവുന്ന ചുവപ്പാലും മൂന്നാം പാലും വലിച്ചു കളയുന്ന സമയമാണോ അത് ഞാനും എൻ്റെ അച്ഛന്മാരും അലയിലും ചങ്ങാതിയും കൂടാ ഈ മൂന്നാം പണയെക്കുറിച്ച് സമയത്ത് എപ്പോഴും പറയുന്നു ഞാൻ കേൾപ്പതുണ്ടോ നിങ്ങൾ എൻ്റെ അച്ഛന്മാരെ ചുവപ്പാലും മൂന്നാം പാലും വലിച്ചു കളഞ്ഞ നേർത്തമ്പുരാനോ അന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന മഞ്ഞുകൂട്ടുള്ള വെള്ളം കൊണ്ട് ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും ഭക്ഷണം പത്തും ഗായത്രിയും ചന്ദ്രസും കണ്ട വിജാചൂരിയും പഞ്ചമൂർത്തികളെയും തൊപ്പൻ തപ്പച്ച് വെച്ചുറക്കുകയും ചെയ്ത് ഒന്നേ ഒരു പരക്കല്ലെടുത്ത് മൂന്നേ വെട്ടിക്കൊട്ടുവാൻ നിർത്ത് മൂന്നാം പാലവും ചുവപ്പാലവും വന്നു വീഴുന്ന ഒരു സമയമാണോ അന്ന് ഞാനും എൻ്റെ അച്ഛന്മാരും അനേകം ആദ്യം കൂടാ മൂന്നാം പാലവും ചുവപ്പാലവും കടന്ന് വില്ലൂഞ്ഞാൽ തള്ളക്കൊണ്ടിരിക്കുന്നു അതും കച്ചുടവരെ വില്ലൂഞ്ഞാൽ തള്ളക്കൊണ്ടിരിക്കുന്നവര് ഞാനും എൻ്റെ അച്ഛന്മാരും അനേകം ആദ്യം കൂടാ കരികൽ പടിവാതിലും അണയെക്കുറച്ച് ചെല്ലുന്ന ഒരു സമയമാണോ അപ്പോൾ ഓരോ വിശേഷിക്കുന്നത് എൻ്റെ തമ്പുരാൻ കത്തുണ്ടോ നിങ്ങൾ നോക്കന്മാരെ കൂടം നേരണത്തിന്മാരും ആലയരകമടി ആദ്യം ഉണ്ടല്ലോ കരിങ്കൽ പടിവാതിലും അണയെക്കുറച്ച് ചെന്നിട്ട് ഒരു വെണ്ണം പാങ്ങുണ്ടെങ്കിലോ കരിങ്കൽ പടിവാതിലും തട്ടിയടച്ച് കളിയും നിങ്ങളുടെ ആ അണൂക്കന്മാരെ എന്ന് വിശേഷിക്കുന്നു ആ മതങ്ങളെ ആവചനം കെട്ടത് ഒരു 20ഓളം ഉണക്കന്മാരെല്ലാവുന്ന കരിങ്കൽ പടിവാതിലും തട്ടിയടച്ച് കളയുന്ന ഒരു സമയമാണോ അന്ന് ഞാനും എൻ്റെ അച്ഛന്മാരും ആദ്യം കൂടാ കരിങ്കൽ പടിവാതിലും അണയെക്കുറിച്ചല്ലോ എപ്പോഴും പറയുന്നത് കേൾപ്പതുണ്ടോ നിങ്ങൾ എൻ്റെ അച്ഛന്മാരെ കരിങ്കൽ പടിവാതിലും തട്ടിയടച്ച് കളഞ്ഞ നേരം തമ്പുരാനോ
അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന പഞ്ചമൂർത്തിയുടെ വെള്ളം കൊണ്ട് ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും അഷാണമ്പത്തും ഗായത്രി ജന്മസുന്ദരജാജോനിയും പഞ്ചമൂർത്തികളെയും തപ്പൻ ജപിച്ചുറക്കുകയും ചെയ്ത് ഒന്നേ വരെ കല്ലെടുത്ത് കരിങ്കൽപ്പടി വാതിനെയും മുന്നേ മുന്നിൽ വിട്ടുവിട്ടു വാർന്നെടുത്ത് കരിങ്കൽപ്പടി വാതിലും തുറന്നു പോകുന്നു വാതിലകത്തൊരുമാരേ അത് ഞാനും എൻ്റെ അച്ഛനും ആരെയും അല്ലെങ്കിൽ ആദ്യം കൂടാ ചുവപ്പാലവും മൂന്നാം പലവും കിടന്നു കരിങ്കൽപ്പടി വാതിലും കിടന്നു വാളവട്ടെടുത്തോട്ടോടെ പോയി ചെന്നിട്ട് നേരത്തമ്പരാൻ്റെ മുന്നിൽ വാളെറിഞ്ഞേറ്റം കൈതൊഴി നിൽക്കുന്നു ആ പദവും എത്രമാരേ വരിക അല്ലേ വിഷമുണ്ടാ വിഷമില്ലല്ലോ ഇല്ല ഇല്ല അല്ലേ കഴിഞ്ഞാൽ എന്താ മധ്യാഹ്നമായി പോവും അതുകൊണ്ട് അല്ലേ വിശേഷിക്കട്ടെ അന്ന് എന്റെ നേരത്തമ്പരാണ് ഞാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഒരവസ്ഥ വിശേഷിക്ക് നേരത്തമ്പരാങ്ങളെ നീ എന്റെ കൂടെ നേരാ നീ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നല്ലോ എനിക്ക് വട്ടോ വേണ്ടത് വളയോ വേണ്ടത് കെട്ടോ വേണ്ടത് കിഴിയോ വേണ്ടത് വേറൊരു സമ്മാനമോ വേണ്ടത് നട്ടാൽപാതിയോ വേണ്ടത് നർത്താൽപാതിയോ വേണ്ടത് വാഴ്ചയാൽപാതിയോ വേണ്ടത് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരവസ്ഥ വിശേഷിക്ക് ഞാൻ കിടപ്പതുണ്ടോ നിങ്ങളെ നേരത്തമ്പരാനെ എനിക്ക് പട്ടും വേണ്ട പടയും വേണ്ട കെട്ടും വേണ്ട കഴിയും വേണ്ട നട്ടാൽ പതിയും വേണ്ട നകർത്താൽ പതിയും വേണ്ട വാഴ്ചയാൽ പതിയും വേണ്ട വേറൊരു സമ്മാനവും വേണ്ട എനിക്ക് എൻ്റെ ആദ്യം എൻ്റെ 20 അച്ഛന്മാർക്കും വാണാലും തീപ്പെട്ടാലും പോവാത്തൊരു അംശവും ആചാരവും കൽപ്പിച്ചു ആ പദമത്രമാരേ അത് ഞാനും എൻ്റെ അച്ഛന്മാരും ആദ്യം കൂടെ ഈ വളോട്ടത്ത് കോട്ടയം തേക്ക് ഇങ്ങുമ്പോൾ മണിക്കുന്തറവാട്ടിലേക്ക് പോകുന്നതിൻ്റെ ശേഷം എൻ്റെ പഞ്ചമൂർത്തികളെ ആ ജപിച്ചുറപ്പിച്ചതിൻ്റെ ശേഷം എൻ്റെ ആലയിരിക്കുന്നുണ്ടെങ്കിൽ സമാധി കൊണ്ടിരിക്കുന്നതാണല്ലോ ആയതുകൊണ്ട് ഇതിനകത്ത് കീവരി ആദ്യം പട്ടോലി മുഴുവൻ ഞാൻ ഇന്ന് പുത്തോലി വൃത്താക്കി വെച്ചു ഇതിൻ്റെ ഭണ്ണാരത്തിൽ നോക്കാർക്ക് പോരാട്ടം അങ്ങനെ ആ ഒന്നുമില്ലേ എടുത്തു അലരം പിടിച്ചു തൊട്ടവാദത്തന്നെ എടുത്തു ശാസ്ത്രത്തിന്റെ ആയിരം അങ്ങോട്ട് പോലീസ് കിട്ടിയാൻ അച്ഛന്മാരെങ്ങനെ കൊടുത്തിട്ടെടുത്തു വിളക്ക് നോക്കണേ സരിതേ ആരോ ആരോ വാങ്ങുന്നുണ്ട് വെക്കുന്ന കാലങ്ങളിൽ ഈ മഹാവ്യാധിക്ക് ഞാൻ വൈദ്യാനായിട്ട് ചികിത്സാനായിട്ട് വെട്ടുമണി വെട്ടിപ്പടുത്ത് രക്ഷിക്കാൻ കേട്ടാ വടക്കിന് എത്തുവാ എരണപ്പെട്ട മഹാവ്യാധിയിൽ വിളഞ്ഞു പോകാനുള്ള ഞാൻ കേട്ടാ ശാസ്ത്രപരമായിട്ട് ചിക്കലൊക്കെ തീർത്ത് കേട്ടുവാ എനിക്കെനിക്ക് നേരെയുണ്ട് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും വേണം ചില കാര്യങ്ങളല്ലേ ഉണ്ടല്ലോ ബുദ്ധിമുട്ട് ശാസ്ത്രത്തിനോട് പറയട്ടെ മാവിലായ ദൈവത്തെ ആലോചനകൂലമുണ്ടായിട്ട് എൻ്റെ ആ തെക്ക് തിരുപ്രകാരതായി പ്രദേശനാഥക്ക് രാജ്യം പാടുന്ന സമീരണാവിക്കെല്ലാം കുരിക്കുന്ന സമ്പ്രദായത്താണ് വിശേഷിച്ച് എൻ്റെ മാവിലായ ദൈവത്തെ കൂലം കൊണ്ട് ഞാൻ ചോദിക്കാതെ തെക്ക് ഉണ്ടാവട്ടെ കിട്ടുവാ അതില്ലേ എണ്ണത്തിൽ കൊണ്ണം കേട്ടോ ശാസ്ത്രപ്പനെ ഞാൻ വിട്ടയച്ചിട്ട് പോയിട്ട് ഇപ്പോൾ രക്ഷിക്കാം ഇപ്പൊ കരിക്കട്ടെ അച്ഛന്മാർ എങ്ങനെയാ തലയിൽ